വൈ ഷുഡ് വി ഇൻവെസ്റ്റ്? നമ്മൾ എന്തിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം? കാരണം പല ആൾക്കാരും പറയും ഇൻവെസ്റ്റ് ചെയ്യൂ, ബെറ്റർ റിട്ടേൺസ് എടുക്കൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ. നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ ആ പൈസയ്ക്ക് എന്ത് സംഭവിക്കുന്നതാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഹായ്, മൈസെൽഫ് നിതിൻ നായർ. വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. നമുക്കൊരു എക്സാമ്പിളോട് കാര്യങ്ങൾ പഠിക്കാൻ നോക്കാം. സപ്പോസ് എൻ്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് 2025 ഞാൻ അടുത്ത കൊല്ലത്തേക്ക്, അതായത് ഞാൻ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. 2026 ആയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 1,00,000 രൂപ തന്നെ ഉണ്ടാവും. പക്ഷേ ഒരു ചെറിയ ട്രിക്ക് എന്ന് പറയുന്നത്, എല്ലാ കൊല്ലവും മുന്നോട്ട് പോകുന്തോറും പൈസയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇൻഫ്ലേഷൻ. എല്ലാ കൊല്ലവും മുന്നോട്ട് പോകുന്തോറും പൈസയുടെ പർച്ചേസിങ് പവർ കുറയുന്നതായിരിക്കും, സാധനങ്ങളുടെ വാല്യൂവിൻ്റെ പ്രൈസ് മേലോട്ട് പോകുന്നതായിരിക്കും. സോ സപ്പോസ് ഞാൻ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നാണെങ്കിൽ എൻ്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് 2025, അത് 2026 ആകുമ്പോഴും 1,00,000 രൂപ എന്ന് പറയുന്നത് 1,00,000 രൂപ തന്നെ ആയിരിക്കും. പക്ഷേ അതിനുണ്ടാവാൻ പോകുന്ന പർച്ചേസിംഗ് പവർ നോക്കുകയാണെങ്കിൽ മേ ബി ഒരു 96,000 97,000 മാത്രമേ വരാൻ പോകുന്നുള്ളൂ. കാരണം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 3 to 6% കൂടുതലും വരാറുള്ളത്. സോ എല്ലാ കൊല്ലവും മുന്നോട്ട് പോകുന്നതോറും പൈസയുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അങ്ങനെയാണെന്നാണെങ്കിൽ എൻ്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10,00,000 രൂപ ഉണ്ടായിരുന്നു. ഒരു 10 കൊല്ലത്തേക്ക് ഞാൻ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല, ആ പൈസ ഞാൻ വെറുതെ സേവ് ചെയ്ത് വെച്ചു എന്നാണെങ്കിൽ മേ ബി 1,00,000 രൂപയ്ക്ക് ഉണ്ടാവാൻ പോകുന്ന വാല്യൂ 10 കൊല്ലം കഴിഞ്ഞാൽ മേ ബി 30,000 രൂപയോ 40,000 രൂപ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത പൈസ നമ്മൾ അത്യാവശ്യം ഒരു സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യാതെ വെറുതെ സേവ് ചെയ്ത് വെക്കുകയാണെന്നാണെങ്കിൽ എല്ലാ കൊല്ലം മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നിർബന്ധമായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പൈസ അവിടെ വളരാൻ പോകുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ മേ ബി ഡൗട്ട് തോന്നിയേക്കാം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ശതമാനം റിട്ടേൺസ് കിട്ടണം എന്നുള്ളത്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നമുക്കൊരു ആവറേജ് ആയിട്ട് ഒരു 5% വെക്കാം. അതായത് ഒരു സ്ഥലത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് മിനിമം ഒരു 5% റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ 1,00,000 രൂപയ്ക്ക് അടുത്ത കൊല്ലമായി കഴിഞ്ഞാൽ പോലും 1,00,000 രൂപയുടെയെങ്കിലും മിനിമം വാല്യൂ ഉണ്ടാവുള്ളൂ. ഈ റിട്ടേൺസ് ആണ് നമുക്ക് നിയർലി ബാങ്കിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ബാങ്കിൽ 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് മേ ബി 5, 6, 7% റിട്ടേൺസ് ആയിരിക്കും. നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു 5% ആണെന്നാണെങ്കിൽ ഞാൻ ബാങ്കിൽ 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം എനിക്ക് മേ ബി ഒരു 1,06,000 രൂപ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പോലും അതിന് നിയർലി ഉണ്ടാവാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് നിയർലി ഒരു 1 lakh മാത്രമായിരിക്കും. സോ നമ്മുടെ പൈസ, നമ്മൾ അത്യാവശ്യം ഹാർഡായിട്ട് ഉണ്ടാക്കിയ പൈസ നമുക്കിന് വീണ്ടും വളർത്തണമെന്നാണെങ്കിൽ ഇൻഫ്ലേഷനെക്കാട്ടിലും ബീറ്റ് ചെയ്യുന്ന രീതിയിൽ റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ കൊണ്ട് പോസിബിൾ ആവുള്ളൂ. സോ അങ്ങനത്തെ ഓപ്ഷൻസ് നോക്കുകയാണെന്നാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആവാം, അല്ലെങ്കിൽ ബോൺസ്. ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10-12% റിട്ടേൺസ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്കൊരു 12% റിട്ടേൺസ് കിട്ടിയെന്നാണെങ്കിൽ മേ ബി ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഒരു 5 എനിക്ക് കിട്ടിയ റിട്ടേൺസ് 12 ആണെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7% റിട്ടേൺസ് കിട്ടിയെന്ന് പറയാൻ പറ്റും. അതായത് 12 - 5 ഒരു 7% ആ റിട്ടേൺസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും മാത്രമാണ് നമ്മുടെ പൈസയുടെ വാല്യൂ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതല്ല നമ്മൾ വളരെയധികം റിസ്ക് ഫ്രീ ആണ് നമ്മൾ നോക്കുന്നത്, വളരെ കൺസർവേറ്റീവ് ആണ്, അതുകൊണ്ട് ഞാൻ പൈസ എവിടെയും ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങളുടെ എല്ലാ കൊല്ലവും മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞ് പൈസയുടെ വാല്യൂ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സോ നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പൈസ വളരുന്നുണ്ടാവുള്ളൂ. അതല്ല റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് വളരെയധികം കൺസർവേറ്റീവ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് കയ്യിൽ പൈസ സേവ് ചെയ്ത് വെക്കുകയാണെന്നാണെങ്കിൽ 1,00,000 രൂപ മേ ബി 10 കൊല്ലം കഴിഞ്ഞാലും 1,00,000 രൂപ കയ്യിലുണ്ടാവുമായിരിക്കും. പക്ഷെ അതിനുണ്ടാവാൻ പോകുന്ന പർച്ചേസിംഗ് പവർ മേ ബി 30,000 രൂപ 40,000 രൂപ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. സോ അത്യാവശ്യം എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റ് വളരെയധികം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ഇപ്പം തന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്